ഇനി നിങ്ങൾ എന്താ പറഞ്ഞത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഖാസിമി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആരാണെന്നോ? അതാ അള്ളാന്റെ റസൂല് പറഞ്ഞ ആളുടെ 16ാമത്തെ പേരക്കുട്ടിയാണത്രേ. നിങ്ങൾ എന്താ പറയാറുള്ളത്? നജിദിലെ ശൈത്താൻ എന്നല്ലേ? കുറച്ചൊന്നുമല്ലല്ലോ നിങ്ങൾ എഴുതി കൂട്ടിയത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പറ്റി ഒരു സദസ്സിൽ പറയാൻ കൊള്ളാത്തത് നിങ്ങളുടെ സുന്നി വോയിസിലും എഴുതിയിട്ടുണ്ടല്ലോ. ബ്രിട്ടീഷ് ചാരസുന്ദരികളുടെ കൂടെ കിടപ്പറ പങ്കിട്ടു എന്ന് നാണമില്ലാതെ മഹാനായ ഒരു നേതാവിനെ സംബന്ധിച്ച് എന്ത് തോന്നിയാസം നിങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. കഅബ പൊളിക്കാൻ ഗൂഢാലോചനയിൽ വരെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പങ്കെടുത്തു എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? ആരെപ്പറ്റിയാ നിങ്ങൾക്ക് പറഞ്ഞുകൂടാത്തത്? ആരെപ്പറ്റിയാ നിങ്ങൾക്ക് എഴുതിക്കൂടാത്തത്? നിങ്ങൾ പോലും കുറെ കാലം ആദരിച്ചിട്ട് തമ്മിൽ തെറ്റിയാൽ നിങ്ങൾ പറയാത്തതുണ്ടോ? എഴുതാത്തതുണ്ടോ? അപ്പൊ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ എത്ര ദുഷിച്ചാ ഖാസിമി നിങ്ങൾ പറഞ്ഞത് എങ്കിൽ ചോദിക്കട്ടെ, നിങ്ങളുടെ സമസ്തക്ക് ഒരു മുൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ സമസ്ത പണ്ടറിയപ്പെട്ടിരുന്നത് അസ്ഹരി സമസ്ഥാനല്ലേ? അസ്ഹരി തങ്ങൾ ഔട്ടായതല്ലേ? നിങ്ങളുടെ സമസ്തയുടെ പ്രസിഡന്റ് അസ്ഹരി തങ്ങൾ എഴുതിയ ഒരു അറബി പുസ്തകത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ 16ാമത്തെ പേരക്കുട്ടിയുടെ മദ്ഹ് നിങ്ങൾ എഴുതിയിട്ടില്ലേ? നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? അറേബ്യയിലെ ഒരു ഗ്രാമാന്തരങ്ങളിൽ ശിർക്കും അതുപോലെ തന്നെ ഖുറാഫാത്തുകളും അഴിഞ്ഞാടുന്ന കാലത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ശൈഖ് വരുന്നു, പള്ളി ഉണ്ടാക്കുന്നു, മദ്രസയുണ്ടാക്കുന്നു, മുഅല്ലിമീങ്ങളെ നിശ്ചയിക്കുന്നു, ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിക്കുന്നു, ഇസ്ലാമിന്റെ ബാലപാഠമായ നിസ്കാരത്തെ പറ്റിയും നോമ്പിനെ കുറിച്ചുമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് പരിഷ്കരണം ഉണ്ടാക്കുന്നു എന്ന് നിങ്ങളുടെ അസ്ഹരി തങ്ങൾ എളുപ്പം ഞങ്ങളാളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട. നിങ്ങളുടെ പ്രസിഡന്റായിരുന്ന ആള് അതിന്റെയൊക്കെ എത്രയോ മുമ്പ് എഴുതിവിട്ട മിന്നവാബിഗ് ഉലമായി മലൈബാർ എന്ന പുസ്തകം ആരാത്ത് ഇലീഫ് രചയിതാവ് ആരാ രചന? സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഐദറൂസി അൽ അസ്ഹരി ആരാ? അപ്പൊ നിങ്ങൾ അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. എന്നിട്ട് മതി. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ ഈ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാമെന്നോ? നിങ്ങളൊന്ന് ആലോചിച്ചു.